ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടാലോ. അത്തിപ്പഴം ഞാൻ ഇതിനു മുമ്പേയും അത്തി കാണിച്ചിട്ടുണ്ട്. അത്തിപ്പഴത്തെക്കുറിച്ച് പല കിംവദന്തികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തിപ്പഴത്തിന് വേണ്ടി ഒരു പ്രത്യേക ഈച്ച തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്തിപ്പഴം ഒരു പഴമല്ല, അത് ഇങ്ങനെ തല കീഴായിട്ട് കിടക്കുന്ന ഒരു പൂക്കളാണ്. അത് നമുക്കത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 2-3 കളറിലുണ്ട്. ഇങ്ങനെ പർപ്പിള്, മഞ്ഞ കളറ്, പച്ച തന്നെയുള്ള കളറ്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൊരു ഈ അത്തിപ്പഴത്തിന് ഒരു ചെറിയ സുഷിരമുണ്ട്. ഈ സുഷിരത്തിനകത്തൂടെ ഈച്ച അതിനകത്തോട്ട് കയറും. ഞാൻ ഒരെണ്ണം പറിക്കാം, ഏകദേശം പഴുത്ത് നിൽക്കുക. കണ്ടോ, അതിൻ്റെ അകത്തൊരു സുഷിരം കണ്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ഈച്ച അകത്തോട്ട് കയറും. എന്നിട്ട് പെണ്ണീച്ച, എന്നിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അത് അങ്ങനെ അവിടെ നിന്ന് വിരിഞ്ഞ് പുതിയ ഈച്ചകൾ വെളിയിൽ വരും. പക്ഷേ അപ്പോഴത്തേക്ക് ആ അമ്മ ഈച്ച അവിടെ അതിനകത്ത് നിന്ന് ചത്തുപോകും. അപ്പോൾ നമുക്ക് തോന്നും ഈ ചത്ത ഈച്ചയാണോ നമ്മൾ കഴിക്കുന്നതെന്ന്. അയ്യോ, അങ്ങനല്ല. അതിനൊരു പ്രത്യേക എന്തോ ഒരു എസൻസ്, അതിനകത്തുനിന്ന് ഇങ്ങനെ ഫിസിൻ എന്നങ്ങാണ്ട് അതിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു അതിങ്ങനെ വന്ന് എൻസൈം പോലെ എന്തോ ഒരു സംഭവം അതിനകത്തുനിന്ന് ഇങ്ങനെ വന്ന് ഈച്ചയെ അങ്ങ് ദഹിപ്പിച്ച് കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തിപ്പഴം ഒരു നോൺ വെജ് തന്നെയാണ്. അങ്ങനെയും പറയുന്നുണ്ട്. നോൺ വെജാണെന്ന് ചോദിച്ചാൽ നോൺ വെജാണ്, നോൺ വെജ് അല്ലയോ എന്ന് ചോദിച്ചാൽ നോൺ വെജ് അല്ല. അങ്ങനെ ഈ അത്തിപ്പഴത്തെക്കുറിച്ച് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന വലിയ മരം ഉണ്ടല്ലോ, തണൽ മരം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു കാട്ടത്തിയാണ്. അത്തി അങ്ങനെ വലുതായിട്ട് വളരുന്നില്ല, ഒരു ഇഷ്ടം പോലെയാണ്. ഞങ്ങൾക്ക് എന്തൊരു മധുരമാണെന്നറിയോ, നല്ല തേൻ പോലെ ഇരിക്കും. 2-3 കളറിലേ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. നല്ല ചൂട് കാലാവസ്ഥയിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് നല്ല വിലയാണ്. ഇവിടെ തന്നെ നല്ല അത്തിപ്പഴം വേണമെങ്കിൽ ഏകദേശം ഒരു 50-60 ദിർഹംസൊക്കെ കൊടുക്കണം, നല്ല അത്തിപ്പഴം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഗൾഫിൽ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ ലെബനോന്, ഇറാഖ്, ഇറാൻ അവിടെ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ ഇത് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഇഷ്ടംപോലെ കുറച്ചേറെ ഉണ്ട് പഴുത്ത് നിൽക്കുന്നു. പഴുത്ത് തന്നെ കിളി കൊത്തിയൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. നമുക്ക് അത്തിപ്പഴത്തിൻ്റെ കാഴ്ചകൾ കണ്ടല്ലോ. എനിക്കുള്ള ഒരു ചെറിയ അറിവ് വെച്ചാണ് ഞാനീ പറഞ്ഞത്. ചിലപ്പോൾ ഇതിലും നല്ല അറിവുകളുണ്ടാകാം അത്തിപ്പഴത്തെക്കുറിച്ച്. അത്തിപ്പഴം ഞാൻ കേട്ടിട്ടുള്ളത് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്, എല്ലിന് ഉറപ്പുണ്ടാകും, ഹൃദ്രോഗത്തിന് നല്ലതാണ്. അപ്പോൾ അത്തിപ്പഴം വാങ്ങി കഴിക്കാവുന്നവരെയൊക്കെ മേടിച്ച് കഴിക്കുന്നേ. ഇവിടെ ഒന്നും പഴുത്ത് നിൽക്കുന്നുണ്ടോ, ഞാനിപ്പം പറിക്കും. മിക്കവാറും ഞാൻ ഇടയ്ക്കൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. ഉണങ്ങിയതും നല്ലതാണ്. എനിക്കൊന്നും ഉണങ്ങിയതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ നല്ല പഴുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത്തിപ്പഴം എല്ലാവരും കണ്ടല്ലോ. ഇവിടെ കുറച്ചേറെ മരമുണ്ട്. ഇവിടെ എല്ലാം നിൽക്കുന്ന എല്ലാം അത്തിമരമാണ്. മരമെന്ന് പറയുമ്പോൾ ചെറിയ ചെടിയാണ്, അങ്ങോട്ട് നിൽപ്പുണ്ട്. ഇതിലെല്ലാം നിറച്ചും കായ്കളുമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ അത്തിപ്പഴം. അപ്പോൾ എല്ലാവരും അത്തിപ്പഴം മേടിച്ച് കഴിച്ചോളൂ. അപ്പം ഗുഡ് ബൈ.